വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. മഹാരാഷ്ട്രയിൽ ശരത് പവാറിന്റെ പാർട്ടി കൂടി കോൺഗ്രസിൽ മെർജ് ചെയ്യുന്നതോടുകൂടി 48 ലോക്സഭാ സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് എംപിമാരുടെ എണ്ണം 13 നിന്നും 21 വർദ്ധിക്കും. ഏറ്റവും കൂടുതൽ കോൺഗ്രസിന്റെ എംപിമാരുള്ള സംസ്ഥാനം കേരളമാണ്. പക്ഷേ അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും കോൺഗ്രസിന് വലിയ മുന്നേറ്റമായിരുന്നു. ദക്ഷിണേന്ത്യയിൽ കർണാടകയിൽ മാത്രമേ കോൺഗ്രസിന് കണി കാണാൻ പോലും എംപിമാരുള്ളൂ എന്ന് പറഞ്ഞ് പരിഹസിച്ച 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 2024 BJPയെ അടപടലം വലിഞ്ഞു കെട്ടുകയായിരുന്നു. മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി 48-ൽ 31 സീറ്റുകൾ നേടി മുൻതൂക്കം നേടിയെടുത്തത്. പിന്നെ കണ്ടതെല്ലാം വലിയ തോതിലുള്ള അട്ടിമറിയുടെ സാഹചര്യങ്ങളാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 5 മാസങ്ങൾക്കുള്ളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ച് BJP സർവ്വസന്നാഹങ്ങളും ഒരുക്കി തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചത് എന്നത് നമുക്ക് വളരെ വ്യക്തമായി അറിയാം. 288 ലോക്സഭാ സീറ്റിൽ 160-ൽ കൂടുതൽ സീറ്റുകളിൽ ഇന്ത്യ മുന്നണി ലീഡ് ചെയ്തിരുന്നു. അതിൽ തന്നെ 80-ൽ കൂടുതൽ സീറ്റുകളിൽ കോൺഗ്രസിന് വളരെ വ്യക്തമായ ലീഡും ഉണ്ടായിരുന്നു. ഇതിനോടകം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥിതിവിശേഷങ്ങളെല്ലാം ചർച്ച ചെയ്യുമ്പോൾ കോൺഗ്രസിന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു കാര്യമുണ്ട്. ബൂത്ത് തലത്തിൽ തന്നെ നടന്ന വ്യാപകമായ അഴിമതിയും EVM-ലെ കള്ളക്കളിയുമാണ് മഹാരാഷ്ട്രയിൽ വളരെയധികം നഷ്ടങ്ങൾ ഇന്ത്യ സഖ്യത്തിന് ഉണ്ടാക്കി കൊടുത്തത്. യോജിച്ച് നിൽക്കേണ്ട സമയമാണിത് എന്ന തിരിച്ചറിവിലാണ് സുപ്രിയ സുലെയും കോൺഗ്രസ് നേതൃത്വവും ഉള്ളത്. കാരണം ഔദ്യോഗിക NCPയെ അജിത് പവാറും കുടുംബവും റാഞ്ചിയിരുന്നു. അജിത് പവാറിന്റെ ആകസ്മിക മരണത്തിന് ശേഷം സുനേത്ര പവാറിനാണ് ഇപ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകിയിരിക്കുന്നത്. അവർ ഉപതെരഞ്ഞെടുപ്പിൽ ബാരാമതിയിൽ നിന്നും വിജയിച്ചിരിക്കുന്നു. പക്ഷേ യാഥാർത്ഥ്യമെന്തെന്നാൽ NCPയുടെ ഇപ്പോഴത്തെ ഈ കുത്തഴിഞ്ഞ രാഷ്ട്രീയ ജീവിതം അതിനെ തകർക്കാൻ കൃത്യമായ ഐക്യത്തോടെ നിന്നേ മതിയാവുകയുള്ളൂ എന്ന ആവശ്യമാണ് സുപ്രിയ സുലെ അടക്കമുള്ള നേതാക്കളെ കോൺഗ്രസിനോട് അടുപ്പിക്കുന്നത്. മറ്റൊരു വിഷയമെന്നത് ശിവസേന ഉദ്ധവ് വിഭാഗത്തിൻ്റെ നീക്കുപോക്കുകൾ തന്നെയാണ്. ശിവസേന ഉദ്ധവ് വിഭാഗത്തിന് ഒരിക്കലും കോൺഗ്രസിൽ ലയിക്കാൻ പറ്റില്ല. എന്നാൽ കോൺഗ്രസ് നേതൃത്വവുമായി യോജിച്ച് ലയനത്തിലൂടെ NCP ശരത് പവാർ വിഭാഗം കൂടുതൽ കരുത്താർജിക്കുന്ന രീതിയിലുള്ള തീരുമാനമെടുത്താൽ അത് ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് കൊടുക്കുന്ന മെസ്സേജ് വളരെ ശക്തി നൽകുന്ന വിഷയമായിരിക്കും. ഇനി മഹാരാഷ്ട്ര രാഷ്ട്രീയം കലങ്ങി മറിയുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. 2029-ലാണ് ഇനി മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കുന്നത്. അതിനു മുൻപേ മഹാരാഷ്ട്രയിൽ പലയിടത്തും രാഷ്ട്രീയ കോളിളക്കമുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്.